ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജി ഫോക്കസ്. ദിസ് ഈസ് കിരൺ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒമാനിലെ തന്നെ ചരിത്രപ്രധാനമായിട്ടുള്ള നിസ്വ ഫോർട്ടിലാണ്. ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണിത്. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഫ്രണ്ടും ഫാമിലിയൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടെ നിസ്വ ഫോർട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ ആദ്യം വന്നപ്പോൾ തന്നെ നിസ്വ ഫോർട്ടിനടുത്തുള്ള നിസ്വ സൂക്കിലൂടെ കുറച്ച് നേരം നടക്കുകയാണ്. അപ്പോൾ നടക്കുമ്പോൾ തന്നെ അതിൻ്റെ സൈഡിലെല്ലാം നമ്മൾ കാണുന്നത് കരകൗശല വസ്തുക്കളാണ്. ഇതെല്ലാം നിർമ്മിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇത് നിസ്വ സൂക്കിനകത്തുള്ളൊരു ബിൽഡിംഗ് ആണ്. ഇതിനുള്ളിൽ വെജിറ്റബിൾ മാർക്കറ്റ്, ഫിഷ് മാർക്കറ്റ് എല്ലാം ഉണ്ട്. ഇവിടെ ഇതുപോലെ ഒരുപാട് ബഗ്ഗീസ് ഉണ്ട്. ആ ബഗ്ഗീസിൽ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിസ്വ ഫോർട്ട് ഫുള്ള് ചുറ്റിക്കറങ്ങാം. ഞങ്ങളിപ്പോൾ നിസ്വ ഫോർട്ടിനടുത്ത് ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് നടക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം കാണുന്ന ഈ സിലിണ്ടറിക്കൽ രൂപം ഉണ്ടല്ലോ, ഈ സിലിണ്ടറിക്കൽ രൂപമാണ് നിസ്വ ഫോർട്ടിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒമാൻ ട്രഡീഷണൽ നൈഫിൻ്റെ ഒരു രൂപം വെച്ചിട്ടുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ നിസ്വ ഫോർട്ടിനുള്ളിൽ കയറാൻ പോവാണ്. അപ്പോൾ കയറുന്നതിന് മുന്നേ എൻ്റെ കവാടത്തിന് മുന്നിൽ നിന്ന് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാം. നിസ്വ ഫോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ 2 പീരങ്കൽ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മെറ്റൽ കൊണ്ടുള്ളതും ഒരെണ്ണം കല്ലുകൊണ്ട് ഉണ്ടാക്കിയതുമാണ്. ഇതാണ് നിസ്വ ഫോർട്ടിൻ്റെ മെയിൻ എൻട്രൻസ്. ഗൈസ്, അപ്പം നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ അകത്തേക്ക് കയറുവാണ്. ഇപ്പോൾ കോവിഡിൻ്റെ സമയമായതുകൊണ്ട് കോവിഡിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് പഴയ കോട്ടയാണെങ്കിൽ തന്നെ അതിൽ ഇലക്ട്രിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. ലൈറ്റിങ്ങുകളൊക്കെ ഇപ്പോൾ ഒരുപാട് അതിൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നിസ്വ ഫോർട്ടിൻ്റെ മാപ്പുകൾ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മൾ കയറുന്നതിന് മുന്നേ ഇതൊന്ന് വായിച്ച് നോക്കിയിട്ട് കയറുന്നത് നല്ലതായിരിക്കും. ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 5 റിയാലാണ്. കൊച്ചുകുട്ടികൾക്ക് ടിക്കറ്റില്ല. ടിക്കറ്റ് എടുക്കുമ്പോൾ തന്നെ നിസ്വ ഫോർട്ടിൻ്റെ ഒരു മാപ്പും പിന്നെ നമ്മൾ പാലിക്കേണ്ട സേഫ്റ്റി ഇൻസ്ട്രക്ഷൻസും അവർ നമുക്ക് ഒരു ബുക്ക്ലെറ്റ് പോലെ തരും. ടിക്കറ്റ് എടുത്ത് നമ്മൾ ചെല്ലുന്നത് ഒരു ഓപ്പൺ ഏരിയയിലേക്കാണ്. ഓപ്പൺ ഏരിയയിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കണ്ട സിലിണ്ടറിക്കൽ രൂപം ഉണ്ടല്ലോ, അത് വീണ്ടും കാണാം. അപ്പോൾ ഈ ഓപ്പൺ ഏരിയയിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഫാമിലേക്കും റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ എക്സിബിഷൻ സെൻറ്ററിലേക്കുമാണ് നമുക്ക് പോകാൻ പറ്റുക. എക്സിബിഷൻ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പഴയ സംഭവങ്ങളെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. അത് കാണാനായിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കൊന്ന് കയറി നോക്കാം. അതിനു വേണ്ടിയിട്ട് ഇടുങ്ങിയ സ്റ്റെപ്പുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ കോട്ടയ്ക്കുള്ളിൽ 14ഓളം കിണറുകളുണ്ട്. അതിലൊരെണ്ണമാണ് നമ്മളിപ്പോൾ താഴെ കാണുന്നത്. നമുക്ക് ആദ്യം തന്നെ സെക്കൻഡ് ഫ്ലോറിലെ വ്യൂ കൂടെ ഒന്ന് നോക്കിയിട്ട് വരാം.
ഈ കോട്ട പണിഞ്ഞിട്ടുള്ളത് ഒരു നദിയുടെ മുകളിലാണ്. കാരണം ദിവസങ്ങൾ നീണ്ട ആക്രമണങ്ങൾ ഉണ്ടായാൽ ജലക്ഷാമം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഇവിടെ ചെയ്തത്. മുകളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ശ്രദ്ധിച്ചത് താഴേക്ക് ഇറങ്ങാനുള്ള വഴിയെല്ലാം ഭയങ്കര ട്രിക്കിയാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയ്യിൽ മാപ്പ് ഉണ്ടെങ്കിലും രക്ഷയില്ല. കോട്ടയ്ക്കുള്ളിൽ ഒരുപാട് കോഫി പ്രിപ്പയറിംഗ് റൂമുണ്ട്. പണ്ട് കാലത്ത് കോഫി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന മെഷീൻസും ട്രഡീഷണലായിട്ടുള്ള പാത്രങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നടന്നു നിന്നപ്പോൾ അടുത്ത കോഫി മേക്കിംഗ് റൂം, അതിനകത്തോടൊന്ന് കയറി നോക്കാം നമുക്ക്. ഇതിനകത്ത് നമ്മൾ ആദ്യം കണ്ട കോഫി മേക്കിംഗ് റൂമിൻ്റെ കൂട്ട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. ആ കോഫി മേക്കിംഗ് റൂമിൻ്റെ മുകളിൽ മറ്റൊരു റൂമുണ്ട്, അങ്ങോട്ട് കയറാൻ സ്റ്റെയറും കൊടുത്തിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ റൂമാണ്, നിസോ ഫോർട്ടിനകത്തുള്ളൊരു ട്രഡീഷണൽ റൂമാണ്. അപ്പോൾ അതിനകത്ത് ഷെൽഫ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, പണ്ട് കാലത്തുള്ള ഷെൽഫുകളൊക്കെ. ഈ റൂമിൽ ഒരു കിണർ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. പണ്ട് കാലത്ത് തന്നെ എല്ലാ റൂമുകളിലും വാട്ടർ സോഴ്സ് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരുപാട് ട്രഡീഷണൽ റൂമുകൾ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുണ്ട്. അതിനുള്ളിലെല്ലാം
തടികൾ കൊണ്ട് പാർട്ടീഷൻ ചെയ്ത ഷെൽഫുകളുണ്ട്. ഈ ഷെൽഫുകളിലും വാളിലൊക്കെ ആയിട്ട് റാന്തലുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തടിപ്പെട്ടികൾ നമുക്ക് ഇതിനുള്ളിൽ കാണാം. ഓരോ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നതിന് ഉപയോഗിച്ചിരുന്ന പെട്ടികളാണിത്. ഇവിടെ നിസ്വ ഫോർട്ടിൻ്റെയും നിസ്വ സൂക്കിൻ്റെയൊക്കെ ഒരു 3D രൂപം ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുമ്പതിൽ ഇലക്ട്രിഫിക്കേഷൻ ചെയ്ത് നമുക്ക് ഓരോ സ്വിച്ച് ഇടുമ്പോഴും ഓരോ ലൊക്കേഷൻ ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതിൽ ലൈറ്റുകളൊന്നും വർക്കാവുന്നില്ല. ഇതൊരു സിറ്റിംഗ് ഏരിയയാണ്. ഇവിടെ തന്നെ ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് പാസേജ് കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ആക്രമണങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഫുഡും ആയുധങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാസേജാണ്. ഇത് ട്രഡീഷണൽ റൂമുകളുടെ ഭാഗമായിട്ടുള്ളൊരു മുറിയാണ്. കണ്ടിട്ട് ഒരു ടോയ്ലറ്റ് പോലുണ്ട്, അതായത് ഒരു കുളിമുറിയുടെ കൂട്ടുണ്ട്. ഇതിലും ഒരു വാട്ടർ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ആ വാട്ടർ സോഴ്സിന് ഇപ്പോൾ ഗവൺമെൻറ് ഒരു നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആ വാട്ടർ സോഴ്സ്. പണ്ട് കാലത്ത് ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന പാത്രമാണിത്. അതിൽ വിറകൊക്കെ എങ്ങനെയാണ് വെച്ചിരുന്നതല്ല അതുപോലെ കാണിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള പാത്രങ്ങളെല്ലാം ഇവിടെ പഴയതുപോലെ തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് പഴയകാലത്തെ അടുക്കള. കോട്ടയിലുണ്ടായിരുന്ന ആൾക്കാർക്കെല്ലാം ഭക്ഷണം പാകം ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അതുപോലെ തന്നെ അവർ ഭക്ഷണം കഴിക്കുന്നതും ഇവിടെ ഇരുന്നായിരുന്നു.
ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന സാധനങ്ങളിലൊന്നും ടച്ച് ചെയ്യരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം പഴയ സാധനങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ ചിലപ്പോൾ ടച്ച് ചെയ്താൽ അതിനെന്തെങ്കിലും നാശനഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടരുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാവരും പാലിക്കുക. ഇതൊരു ഗസ്റ്റ് റൂമാണ്. ഗസ്റ്റ് റൂമിലേക്ക് കയറുമ്പോൾ തന്നെ കാർപ്പറ്റൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിലെല്ലാം ഷെൽഫുകളുമുണ്ട്. വുഡൻ പാർട്ടീഷനാണ് അതിനെല്ലാം ഉള്ളത്. ഇതൊരു സ്റ്റുഡൻ്റ് അക്കോമഡേഷനാണ്. ഇതിനുള്ളിൽ തന്നെ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട്. ഈ ഷെൽഫുകളെല്ലാം വുഡൻ പാർട്ടീഷനാണ്. അതുപോലെ തന്നെ പണ്ട് ഉപയോഗിച്ചിരുന്ന ബുക്കുകളെല്ലാം അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴും. ഇതുപോലെ 4 സ്റ്റുഡൻ്റ് അക്കോമഡേഷനാണ് കോട്ടയ്ക്കുള്ളിലുള്ളത്. അങ്ങനെ വീണ്ടും കറങ്ങിത്തിരിഞ്ഞ് ഫസ്റ്റ് ഫ്ലോറിലെത്തി. ഇനി നമ്മൾ പോകുന്നത് ഈ കോട്ടയിലെ പ്രധാന എക്സിബിഷനിലേക്കാണ്. എക്സിബിഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ തന്നെ 2 സൈഡിലും ഈ കോട്ടയുമായി ബന്ധപ്പെട്ട ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വച്ചിട്ടുണ്ട്. പണ്ടുകാലത്ത് ഒമാനിൽ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളുടെ ഒരു കളക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇതാണ് ഈ കോട്ടയ്ക്കുള്ളിലെ ലോഹങ്ങളുടെ പണിപ്പുര. നമ്മുടെ നാട്ടിൽ ആല എന്ന് പറയും. നമ്മൾ ഈ റൂമിൽ കയറുമ്പോൾ തന്നെ ടി വിയിൽ ഈ റൂമിൽ ചെയ്തുകൊണ്ടിരുന്ന പ്രോസസ്സുകൾ എന്തൊക്കെയാണെന്ന് ആ ടി വിയിൽ കാണിച്ചു തരുന്നുണ്ട്.
ഇതാണ് പണ്ട് കാലത്ത് ഡേറ്റ്സ് സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്ന റൂം. പനപ്പായിൽ പൊതിഞ്ഞാണ് ഡേറ്റ്സ് ഇവിടെ സൂക്ഷിച്ചിരുന്നത്. ഇപ്പോൾ അതിൻ്റെ ഒരു മോഡൽ മാത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ എക്സിബിഷനൊക്കെ കണ്ട് പുറത്തിറങ്ങി വീണ്ടും ഗ്രൗണ്ട് ഫ്ലോറിലുള്ള നടുമുറ്റത്തേക്ക് ഞങ്ങളെത്തി. ഇതാണ് ആ വിശാലമായ നടുമുറ്റം. ഇനി നമ്മൾ കയറാൻ പോകുന്നത് നിസ്വ ഫോർട്ടിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷനിലേക്കാണ്. ആദ്യം കണ്ട സിലിണ്ടറിക്കൽ രൂപമാണത്. ഈ ടവറിലേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ താഴെ കൊടുത്തിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഒന്ന് വായിച്ചിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് അതിൽ നിന്ന് ലഭിക്കും. വലിയ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ട് സിക്സാഗായിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റിലാണ് ഇതിൻ്റെ സ്റ്റെയർ കേസ് പണിഞ്ഞിട്ടുള്ളത്. അതിനിടയ്ക്കെല്ലാം മാൻ ട്രാപ്സും ഉണ്ട്. ഈ മാൻ ട്രാപ്സ് ഉപയോഗിച്ച് ആക്രമിക്കാൻ വരുന്നവരെ ട്രാപ്പിലാക്കാനും സാധിക്കും. ട്രാപ്പിലാകുന്ന അക്രമികളെ ഈ ടവറിൻ്റെ മുകൾ ഭാഗത്ത് നിന്ന് തീയോ അല്ലെന്നുണ്ടെങ്കിൽ എണ്ണയോ ഒഴിച്ച് കൊലപ്പെടുത്തും. ഈ ട്രാപ്പുകളിൽ നിന്ന് രക്ഷപ്പെടുന്ന അക്രമികൾ സിക്സാഗായിട്ടുള്ള അറേഞ്ച്മെൻറ്റിലൂടെ നടക്കുമ്പോൾ തന്നെ ആക്രമിക്കാൻ വരുന്നവർ ക്ഷീണിതരാകും. മുകളിൽ കയറി ചെല്ലുമ്പോൾ നല്ല വ്യൂ ആണ്. ഇവിടെ ഒരു ഒമാൻ്റെ ഫ്ലാഗും വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫോർട്ടിൻ്റെ എൻട്രൻസിൽ വെച്ച് കണ്ട സിലിണ്ടറിക്കൽ ടവർ. ഈ ടവറിൻ്റെ മുകളിൽ ചെറിയ ചെറിയ വിൻഡോസ് ഉണ്ട്. ആ വിൻഡോസിലൂടെ ഓരോ പീരങ്കികൾ പുറത്തേക്ക് പോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ശരിക്കും റൗണ്ട് ഷേപ്പിലായതുകൊണ്ട് നിസ്വ ഫോർട്ടിന് ചുറ്റും 360 ഡിഗ്രിയിലുള്ള പ്രൊട്ടക്ഷനാണ് കൊടുത്തിരുന്നത്. കോട്ടയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും എഡ്ജിലേക്ക് കയറുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റെപ്പുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് കിടിലൻ വ്യൂസ് കാണാൻ പറ്റുമെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടുപോകാം.
ഈ സൈഡിലൂടെ ഇപ്പോൾ ആരെയും അകത്തേക്ക് കയറാൻ അനുവദിക്കത്തില്ല. പണ്ട് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ അവിടെ നിന്നാണ് തോക്ക് ഉപയോഗിച്ച് താഴേക്ക് ഷൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഫാം കാണുന്നതിന് വേണ്ടിയിട്ടാണ്. അകത്തുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് എല്ലാം കണ്ടു. കാണാത്ത കാര്യങ്ങളുണ്ട്, പക്ഷെ എന്നാലും അത് നെക്സ്റ്റ് ടൈം നമുക്ക് കവർ ചെയ്യാം. ഫാമിലേക്ക് കയറുന്നതിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ഫാം ഹൗസ് ഉണ്ട്. ഫാമിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള റൂമാണത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൽവ വർക്ക്ഷോപ്പും ഉണ്ട്. ഈ ബാക്കിൽ കാണുന്നതാണ് ഇവിടുത്തെ ഫാം. ഫുള്ള് പനകളാണ് ഇവിടെ, ഈത്തപ്പനകൾ. ഇവിടെ നമുക്ക് അധികം നേരം ചിലവഴിക്കാൻ പറ്റില്ല, കാരണം സന്ധ്യയാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോവാം. നേരെ നല്ല സന്ധ്യയായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇവിടുന്ന് മസ്കറ്റിലേക്ക് പോകണം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാറ് കിടന്ന സ്ഥലത്തേക്ക് പോവുകയാണ്.